ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് സദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു ബീട്രൂട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ഒരു 1.5 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ വെള്ളം നല്ല വറ്റി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 4-5 പച്ചമുളകും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. നന്നായി വെന്ത് വന്ന നമ്മുടെ ബീട്രൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. മീഡിയം പുളിയുള്ള തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. നന്നായി എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് താളിക്കാം. അതിനായി ഒരു കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും ചേർത്ത് നമുക്ക് നമ്മുടെ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. ബൈ ബൈ.